പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് PD രേണുകൻ. ഞാൻ കല്ലറ ശ്രീ ശാരദാവിലാസിനി സ്കൂളിൻ്റെ മാനേജരും അതുപോലെ തന്നെ നിലവിൽ കല്ലറ 124 ശാഖയുടെ പ്രസിഡൻറ്റുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ശാരദാവിലാസിനി UP സ്കൂളിൻ്റെ 75ാം വാർഷിക ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ജനുവരി മാസം മുതൽ നമ്മൾ സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികളോടെ നടത്തി വരികയാണ്. ജനുവരി മാസം മുൻകാല അധ്യാപകരെ മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ഗുരുവന്ദനം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, MP, MLA മാർ അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു. അത് അതിൻ്റെ തുടക്കമായിരുന്നു. എന്നാൽ അതിനോടനുബന്ധിച്ച് ഈ 75ാം വാർഷിക ആഘോഷം സ്കൂളിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലാകണം എന്ന തരത്തിൽ നമ്മൾ ചിന്തിക്കുകയും സ്കൂളിൻ്റെ ഭൗതികവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരവും കായികപരവും ഒക്കെ ആയ വികാസത്തിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും സ്കൂളിൻ്റെ മാനേജർമാരായിരുന്ന അഭ്യുദയകാംക്ഷികളടക്കമുള്ള ഒരു വലിയ വിപുലമായ ഒരു ജനസമൂഹം നമുക്ക് സഹായിക്കാം എന്നേറ്റ് മുന്നോട്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ എല്ലാ ക്ലാസ് റൂമുകളും നമുക്ക് ഇപ്പോൾ 14-15 ക്ലാസ് റൂമുകളാണുള്ളത്. പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുവാനും സ്മാർട്ട് ക്ലാസ് ആക്കാനും അതിൽ ഒരു ക്ലാസ് റൂം ഡിജിറ്റലൈസ് ചെയ്യുവാനും നമ്മൾ തീരുമാനിക്കുകയും അത് അധ്യാപകരുടെയും പൂർവ്വ അധ്യാപകരുടെയും എല്ലാം സഹായത്തോടു കൂടി അഭ്യുദയകാംക്ഷികളുടെയും എല്ലാ സഹായത്തോടു കൂടി നമുക്ക് അത് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ടാക്കി കഴിഞ്ഞു. ഒരു ക്ലാസ് റൂം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിന് മിനിമം 15 കമ്പ്യൂട്ടറുകൾ വെച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടർ ലാബിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്നു. ഇതുകൂടാതെ നമ്മൾ ഇതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ അവിടെ ഒരു വലിയ അസംബ്ലി പോയിൻ്റ് ഏതാണ്ട് 400ഓളം കുട്ടികൾ നമ്മുടെ കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് നിൽക്കുവാനും അവർക്ക് ഭക്ഷണം കഴിക്കുവാനും മഴയും വെയിലും ഏക്കാതെയൊക്കെ അവർക്ക് അവിടെ വിഹരിക്കുവാനുമൊക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് അത് അസംബ്ലി പോയിൻ്റ് നമ്മൾ നിർമ്മിക്കണം, സ്കൂളിൻ്റെ മുൻവശത്തായി നിർമ്മിക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയും അതിനേതാണ്ട് ഒരു 10 ലക്ഷം രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പണികൾ നമുക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫണ്ട് നമ്മൾക്ക് ഉദ്ദേശിച്ച തരത്തിൽ എത്തിയിട്ടില്ല. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു നല്ല സഹകരണം അവർ തന്നിരുന്നുവെങ്കിലും ഇതേവരെ അത് പൂർണ്ണതോതിൽ നമുക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു നിരാശാജനകമാണ്. അക്കാര്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ മുഴുവൻ ഇന്നുകൂടി അല്പം കൂടി ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് ഈ അവസരത്തിൽ ഞാൻ അവിടെ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒറ്റത്തവണ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഒരു തവണ മാത്രം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരില്ല. നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് നമ്മൾ. അതിൽ നിങ്ങളുടെ സഹകരണമൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ തേടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളെ സാമ്പത്തികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം സ്കൂളിലെ കറണ്ട് ചാർജാണ്. ഭീമമായ കറണ്ട് ചാർജാണ് ഓരോ മാസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ആനുപാതികമായി കറണ്ട് ചാർജിൻ്റെ വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു സോളാർ പാനൽ നമ്മൾ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപ സോളാർ പാനലുകൂടി സ്ഥാപിച്ചാൽ മാത്രമേ ഇതെല്ലാം ഭംഗിയായി നമുക്ക് നടത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സോളാർ പാനലിന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഈ ഒപ്പം നമുക്ക് നടത്തണം എന്ന് വിചാരിക്കുകയാണ്. അതിനുള്ള ഒരു സാമ്പത്തിക സഹായം ഈ അവസരത്തിൽ ഞാൻ അതുകൂടി നിങ്ങളോട് തേടുകയാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഒരു പ്രതിബദ്ധത, നമ്മൾ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിനോട് ഉള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ബാധ്യത. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മുടെ ഏണിങ്സിൽ, നമ്മുടെ വരുമാനത്തിൽ ഒരു ചെറിയ ശതമാനം നമ്മൾ ആ സ്കൂളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ആ പ്രസ്ഥാനത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. തന്നെയുമല്ല, നാളെ അവിടെ പഠിച്ചിറങ്ങുന്ന നമ്മുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയ ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ചരിതാർത്ഥ്യം നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കും അഭിമാനിക്കാം, ഞാനും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്നത് ചെയ്തത് എന്ന്. അപ്പോൾ അത് നമ്മളുടെയൊക്കെ ഒരു പ്രത്യുപകാരമായി നമ്മൾ അത് ഒരു ഗുരുദക്ഷിണ എന്ന തരത്തിൽ നമ്മൾ അതിനെ കാണണം. അത് ലോഭമില്ലാതെ തന്നെ നിങ്ങളെ എത്രയും വേഗം
ആ എമൗണ്ട് സ്കൂളിലേക്കോ സ്കൂളിൻ്റെ അക്കൗണ്ടിലേക്കോ അയച്ചു കൊടുക്കണം. നിങ്ങൾ അയക്കുന്ന ഓരോ പൈസയുടെയും കൃത്യമായ വരവ് ചെലവ് കണക്കുകളെല്ലാം അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് അക്കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സഹകരണം നിങ്ങളുടെ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. ഞാനിത് സൂചിപ്പിക്കുന്നത് നമുക്ക് ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ സമയപരിധി കുറവുണ്ട്, വളരെ കുറവാണ്. നമ്മൾ ഇത് ഓഗസ്റ്റ് 30 ഇതിൻ്റെ സമാപന സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ കേന്ദ്ര മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രമുഖരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമാപന സമ്മേളനം നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ഈ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നമ്മൾ വിഭാവനം ചെയ്ത് നമ്മൾ നടത്തിയ കുറേ മത്സര ഐറ്റങ്ങളുടെ സമ്മാനദാനമുണ്ട്. മത്സര ഐറ്റങ്ങളെന്ന് പറയുമ്പോൾ കായികപരവും അതുപോലെ തന്നെ ചെസ്സ് അടക്കമുള്ള വിവിധങ്ങളായ മത്സരങ്ങൾ നമ്മൾ സ്കൂളിൽ നടത്തുകയുണ്ടായി. ഫുട്ബോൾ മത്സരം, ഈ മത്സരങ്ങളുടെയൊക്കെ വിജയികൾക്കുള്ള ട്രോഫികൾ കൊടുക്കുകയും അവരെ അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും ധീര ജവാന്മാരായി ഈ ജോലി നോക്കി നമ്മളെയൊക്കെ സേവിച്ച നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലുള്ള വിവിധങ്ങളായ പരിപാടികൾ, ഈ പരിപാടികളെല്ലാം കൂടി ആഗസ്റ്റ് 15 നമ്മൾ നല്ല ഒരു ചടങ്ങോടുകൂടി നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മറ്റൊരു കാര്യമാണ്. അതായത് ഈ ആഗസ്റ്റ് 15 നമ്മൾ നടത്തുന്ന ഈ ആദരവും അനുമോദനത്തോടനുബന്ധിച്ച് വലിയ ഒരു വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അതിഥികൾ എന്ന് പറയുന്നത് നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ ഭംഗിയായി നമുക്ക് നടത്തണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആഗസ്റ്റ് 15 ഏതാണ്ട് 10 മണിയോടുകൂടി നമ്മൾ തുടക്കമിടും. ഉച്ച കഴിയുന്നത് വരെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകും. ഈ ചടങ്ങുകളിൽ ഈ സ്കൂളുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളും, ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കണമെന്നില്ല, എല്ലാ തരത്തിലും ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കളടക്കമുള്ള മുഴുവൻ ആളുകളും ആ ദിവസം പങ്കെടുത്ത് അതൊരു വലിയ പരിപാടിയാകണം, നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാക്കി തീർക്കണം എന്നതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻസ് ഉണ്ടാകണം എന്ന് ആണ് എനിക്ക് അടിസ്ഥാനപരമായി അടിവരയിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അത് ഒരു വൻ വിജയമാക്കി അന്ന് തീർക്കുകയും ചെയ്യണം നമുക്ക്.